കെയർ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി പോളിഷ് ജെൽ. പോളിഷ് ജെല്ലാണ് അല്ലെ. അപ്പം എന്തിനാണ് ഒരു പോളിഷ് ചെയ്യുന്നത്? നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളെയാണ് പോളിഷ് ചെയ്യാറുള്ളത്? എന്തിനൊക്കെയാണ്? നമ്മൾ കാറിന് പോളിഷ് ചെയ്യാറുണ്ട് അല്ലെ, ഡോറിനെ, ഫർണിച്ചേഴ്സിനെയും ഒക്കെ നിങ്ങൾ പോളിഷ് ചെയ്യാറുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനും കൂടി ഒരു പോളിഷ് അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും അല്ലെ. നമുക്കറിയാം ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് ശരീരം പോകുന്നത്, അകമേയും പുറമേയും. പുറമേ എന്ന് പറയുമ്പോൾ എന്തൊക്കെ സ്ട്രെസ് ആണ് ഞാൻ പറഞ്ഞു, ഇപ്പൊ തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വ്യതിയാനം സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സ്ട്രെസ്സുകളാണ് ഉണ്ടാകുന്നത്. പൊടിപടലങ്ങളുടെ അളവിൽ വർധനവ് ഉണ്ടാകുമ്പോൾ അതുവഴിയും ഒരു സ്ട്രെസ്സാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. അപ്പം എന്ത് സംഭവിക്കുന്നു? ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ശരീരത്തിലെ സ്കിന്നിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഔട്ടർ സ്കിന്നിലെ, ഔട്ടർ സെല്ലിന്റെ ഏറ്റവും പുറമേ ഭാഗത്തുള്ള ആ ഒരു സ്കിന്നിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും അല്ലെ, ദിവസവും ഓരോ മണിക്കൂറിലും അതിങ്ങനെ കൊഴിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ കൊഴിഞ്ഞു പോകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ട്? സെബമുണ്ട്, അതായത് ഓയിൽ സെക്രീഷൻ ഉണ്ട്. ഇപ്പം ചില കണ്ടീഷൻസിൽ ഇപ്പം ഓയിൽ അധികമായിട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളത് എങ്കിൽ എന്ത് സംഭവിക്കും? ഈ പൊഴിഞ്ഞു പോകേണ്ട ഈ സെൽസ് ഒക്കെ എന്താണ്? പറ്റിപ്പിടിച്ചിരിക്കും അല്ലെ, ഒന്നിനു മുകളിൽ ഒന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുമ്പം എന്ത് സംഭവിക്കും? ആ ഒരു പോർസ്, ആ ഒരു ദ്വാരം അടഞ്ഞിരിക്കുകയും കുരുക്കൾ വരാനുള്ള സാധ്യതയൊക്കെ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പൊഴിഞ്ഞു പോകേണ്ട ഈ സെൽസിനെ നമ്മൾ കളയേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അതാണ് ഈ ഒരു ബോഡി പോളിഷ്, എക്സ്ഫോളിയേറ്റിംഗ് ബോഡി പോളിഷ് ജെല്ല് ചെയ്യുന്നത്. അതോടൊപ്പം നല്ല സ്കിൻ സെൽസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതിന്റെ ക്വാളിറ്റിയിലും കൂടിയുള്ള ഒരു വർധനവാണ് നമ്മുടെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി പോളിഷ് ജെല്ല് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പം എന്തിനാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു അല്ലെ, നല്ലൊരു സെൽസ് ആണ് നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കുന്നത്. അപ്പം സ്ത്രീകളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾക്ക് എപ്പോഴും അല്ലെ, വീട്ടിലുള്ളവരൊക്കെ ശ്രദ്ധിച്ച് നടക്കുകയാണ്. ഇപ്പൊ ഒരു ലോക്ക്ഡൌണിന്റെ സമയമായപ്പോഴും അല്ലെ, എന്താണ് അവരുടെ ജോലിയിൽ എന്തെങ്കിലും ഒരു ഇളവ് വന്നിട്ടുണ്ടോ? ഇല്ല, അവരെന്നും കാലത്ത് ഉള്ളതുപോലെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം സ്ത്രീകളോടാണ് പറയാനുള്ളത്, സ്വയം ഒന്ന് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സ്വന്തം സ്കിന്നിനെ ഒന്ന് കെയർ ചെയ്യാനും വേണ്ടിയിട്ടും നിങ്ങൾ ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു പോളിഷ് ജെല്ല് നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കുന്നത്? നമ്മൾക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കാശ് ചെലവാക്കേണ്ട ആവശ്യമില്ല, നമ്മളുടെ സമയവുമാണ് നമ്മൾക്ക് ലാഭിക്കാനായിട്ട് കഴിയുന്നത്. ഇതിനായിട്ട് എന്താണ് വേണ്ടത്? ഒരു പ്യൂമിക് സ്റ്റോൺ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ്. നിങ്ങൾക്കത് വാങ്ങിക്കാൻ കിട്ടും അല്ലെ. ഒരു എന്താണ്, നമ്മളൊന്ന് സ്ക്രബിങ് എഫക്റ്റ് ആണ് അത് തരുന്നത്, അല്ലെങ്കിൽ ലൂഫയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന്, പ്ലസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബോഡി പോളിഷ് ജെല്ലും അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ഏറ്റവും വളരെ ക്വാളിറ്റി ഉള്ള നമ്മുടെ എലമെന്റ്സ് വെൽനെസിന്റെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി പോളിഷ് ജെല്ല് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ കണ്ടൻസ്, ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് നാച്ചുറൽ വാൾനട്ട് പ്ലസ് ലൂഫ എക്സ്ഫോലിയേറ്റേഴ്സ്. നാച്ചുറൽ വാൾനട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ലൂഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, പീച്ചിങ്ങ എന്ന് പറയാം അല്ലെ. പീച്ചിങ്ങ, ഉണങ്ങിയിട്ടുള്ള ഒരു പീച്ചിങ്ങന്റെ അകത്ത് ഈ ഒരു സാധനം അല്ലെ, ഇപ്പുറത്ത് ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. പണ്ട് അമ്മൂമ്മമാരൊക്കെ കുട്ടികൾക്ക് അല്ലെ, ചെറുമക്കൾക്ക് ഒക്കെ ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നതാണ് അല്ലെ. ഒരു സ്ക്രബ്ബറിന്റെ എഫക്റ്റ് ആണ് ഈ പറയുന്ന പീച്ചിങ്ങയുടെ ഈ ഒരു ലൂഫ ഈ സംഭവത്തിന് ഉള്ളത്. അപ്പൊ അത് തേച്ച് കുളിക്കാനായിട്ടൊക്കെ പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നും, അതിന്റെയൊക്കെ കാണുന്നത് കുറഞ്ഞു വരികയാണ്. ഇന്ന് എത്രത്തോളം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിയില്ല. അപ്പം നമ്മുടെ ഈ ഒരു എക്സ്ഫോലിയേറ്റിംഗ് ബോഡി പോളിഷ് ജെല്ലില് ഈ ഒരു പീച്ചിങ്ങയുടെ ഇതും അടങ്ങിയിട്ടുണ്ട്, പ്ലസ് നാച്ചുറൽ വാൾനറ്റും അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും എന്ത് കർമ്മമാണ് ചെയ്യുന്നത്? സ്ക്രബിങ് എഫക്റ്റ് ആണ് ശരീരത്തിന് നൽകുന്നത്. അതായത് അല്ലെ, നശിച്ചു പോകുന്ന ആ സെൽസിനെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടത്, പൊഴിഞ്ഞു പോകേണ്ടതായിട്ടുള്ള ഈ നശിച്ചിട്ടുള്ള സെൽസിനെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്നിനെ, നല്ല മാർദ്ദവവും നല്ല തിളക്കമാർന്നതുമായിട്ടുള്ള ഒരു സ്കിന്നാണ് നിങ്ങൾക്ക് ഇത് നൽകുന്നത്. പ്ലസ് എന്തടങ്ങിയിട്ടുണ്ട്? നാച്ചുറൽ മോയ്സ്ചറൈസേഴ്സും സ്കിൻ കണ്ടീഷണേഴ്സും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നാച്ചുറൽ മോയ്സ്ചറൈസർ ഒരു സ്മൂത്ത് സ്കിന്നിനും
നല്ല സോഫ്റ്റ് സ്കിന്നും ഒക്കെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇനിയും ഉള്ളതാണ് ഇതിന്റെ കളർ നോക്കിയാൽ അറിയാം എന്ത് കളറാണ്, ഓറഞ്ച് കളറാണ് അല്ലെ. അതെന്താണ്, ഓറഞ്ചിന്റെ പീൽ അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അപ്പം ഇത് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് നൽകുന്നത്, നല്ല ഒരു ബാത്തിങ് എക്സ്പീരിയൻസ് ആണ് അല്ലെ, നല്ലൊരു ഫ്രഷ്നെസ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഇനി ഉപയോഗിക്കേണ്ടത്? ഇത് ഉപയോഗിക്കുന്നതിനേക്കാളും മുൻപ് നിങ്ങൾ ഒരു ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണ് എന്നുണ്ടെങ്കിലാണ് നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചൂട് പിടിക്കുക, ഒന്ന് ശരീരത്തിൽ, ഇത് ഉപയോഗിക്കുന്നതിനേക്കാളും മുൻപ് ശരീരത്തിൽ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്യുക, ഒന്ന് ചൂട് പിടിപ്പിക്കുക, ഒന്ന് ചൂട് പിടിപ്പിക്കുക. അതിനുശേഷം എത്രയാണോ ആവശ്യത്തിനുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കയ്യിലേക്ക് എടുക്കുക, അതിനാവശ്യത്തിനായിട്ടുള്ള ഒരു വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കുക. അധികമായിട്ടുള്ള ഒരു വെള്ളത്തിൽ ഒരിക്കലും ഇത് ഡൈല്യൂട്ട് ചെയ്യരുത്. അതിനുശേഷം എന്താണ്, ശരീരത്തിൽ മുഴുവനായിട്ട് തേക്കുക, കൈകളിലും കാലുകളിലും ഒക്കെ തേക്കുക. അതിനുശേഷം ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ ഒന്ന് റിലാക്സ് ചെയ്യുക. അപ്പൊ കൈകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം 30 മുതൽ 40 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകി കളയേണ്ടതാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും സോപ്പ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പം അതിനുശേഷം ഇത് തേക്കുക, എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയുക, ഡ്രൈ ചെയ്യുക. പ്ലസ് നമ്മളുടെ ഏതെങ്കിലും ഒരു ലോഷനോ അല്ലെങ്കിൽ ക്രീമോ നിങ്ങൾക്ക് ഇതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത്? നല്ലൊരു ഫ്രഷ്നെസ് ആണ് നിങ്ങൾക്ക് ഇത് നൽകുന്നത്, നല്ലൊരു മണമാണ് ഇതിന് ഉള്ളത്. അപ്പം ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്, ഓറഞ്ച് ഫ്രാഗ്രൻസിലാണ് ഇത് വരുന്നത്. സർട്ടിഫൈഡ് ഫോർ പെർഫോമൻസ് ഇൻഗ്രീഡിയൻസും ഉള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന്, എക്സ്ഫോളിയേറ്റിംഗ് ബോഡി പോളിഷ് ജെൽ. അപ്പൊ എന്തുകൊണ്ടും ഇത് അത്യാവശ്യമായിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിനും പോളിഷ് വേണ്ടത് തന്നെയാണ് അല്ലെ. ചത്തുപോയിക്കൊണ്ടേയിരിക്കുന്ന, പൊഴിഞ്ഞു പോകേണ്ട ആ ഒരു സെൽസിനെ നീക്കം ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ അത്രയുമാണ് നമ്മുടെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി പോളിഷ് ജെല്ലിനെ പറ്റി പറയാനുള്ളത്.